ഹായ് നോക്കൂ, ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്ന ആരാന്നറിയണ്ടേ? അങ്ങോട്ടൊന്ന് ചെന്നിട്ട് വന്നാലോ? അതെ, നമുക്ക് അടുത്തോട്ട് ചെല്ലാം. അവൾക്ക് പേടിയുണ്ടോയെന്നൊന്നും അറിയില്ല. പേടിയുള്ള പെൺകുട്ടിയല്ല, സ്നേഹമുള്ളവളാണ്. അപ്പോൾ കുഴപ്പമില്ലല്ലേ? ഇതാ നോക്കിയേ, എന്നെ കണ്ടിട്ടാണ് ഇതാ ഈ വാലും കറക്കി കറക്കി മാറിപ്പോകുന്നത്. ഞാനെന്തായാലും അടുത്തോട്ട് ചെല്ലുകയാണ് കേട്ടോ. അങ്ങ് വെളിച്ചാടി പോകുമെന്നറിയില്ല. എന്തായാലും സ്നേഹമുള്ള ഒരു പെൺകുട്ടിയാണ്. മാത്രമല്ല അവളുടെ മുഖത്ത് നോക്കിയേ, ആ ഒരു കറുപ്പ് കണ്ടോ? അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. സുന്ദരിയാക്കാൻ വേറെ എവിടെയും പോകണ്ട കേട്ടോ. നല്ലൊരു കരിയുടെ പൊട്ടാണ് ആ സുന്ദരിക്ക് കിട്ടിയിരിക്കുന്നത്. കുഞ്ഞുനാളിൽ കിട്ടിയ ആ കറുപ്പാണ് അവളെ സുന്ദരിയാക്കിയിരിക്കുന്നത്. അതാ ഇളം പ്രായമുള്ള കുഞ്ഞു കുട്ടിയാണ്. സ്നേഹമുള്ള ഒരു തങ്കക്കുടം അല്ലേ? എന്താണ്, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ തന്നെ ഇത്രയും സ്നേഹവും. അതുപോലെ തന്നെ നാട്ടിലെ പിള്ളേരെ കാണിക്കാൻ പറ്റില്ല. മൊബൈൽ കുഴപ്പമായി കേട്ടോ. ഒരു പൊട്ട മൊബൈലായിരുന്നു മാമിയുടെ കയ്യിരുന്നത്. അതിപ്പോൾ ഫോൺ ചെയ്യാൻ പോലും പറ്റാതായി. അങ്ങനെയുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ടാണ് വീട്ടിലെ വീഡിയോ ഒന്നും വരാത്തത്. പിള്ളേരവിടെയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഒരു മൊബൈലൊക്കെ വാങ്ങാൻ ഒത്തിരി താമസമൊക്കെ എടുക്കും. അതുപോലെ തന്നെ ആരും പേടിക്കാതെ ഓടിച്ചാടി നടക്കുന്ന ഇവിടുത്തെ കുഞ്ഞുങ്ങൾ. പട്ടികളെ പേടിക്കണ്ട, അതുപോലെ വേറെ ഒന്നും പേടിക്കാനൊന്നുമില്ല. മനുഷ്യരാരും ഉപദ്രവിക്കില്ല. അങ്ങനെയുള്ളൊരു വളരെ സന്തോഷവരായാണ് ഇവിടെ വളർന്നു വരുന്നത്. അവർക്കുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ അവർക്ക് കഴിക്കാൻ വയ്യാത്ത കുറ്റമാണ് കേട്ടോ. ഇഷ്ടം പോലെ ആഹാരങ്ങളൊക്കെ കിട്ടും. ഡെയിലി മട്ടനും ചിക്കനും മീനും എന്ന് വേണ്ട എല്ലാം അവർക്ക് കിട്ടും. അങ്ങനെയാണ് അവർ സന്തുഷ്ടരായി ഇവിടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ നാട്ടിലെ പോലെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന കുട്ടികളല്ല ഇവിടെ ഉള്ളവർ കേട്ടോ. വേറെ പറയാൻ, കാലാവസ്ഥയും മാറി, മാമൻ്റെ ശബ്ദവും അടഞ്ഞു. എന്തായാലും ചെറിയൊരു പനിയൊക്കെ ഉണ്ട് എല്ലാവർക്കും കേട്ടോ. അങ്ങനെയുള്ള കാലാവസ്ഥയാണ്. ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നത് കൊണ്ടേ. അപ്പോൾ ഇന്ന് ചെറുതായിട്ടൊരു മഴ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെറിയൊരു പനിയുടെ ലക്ഷണങ്ങൾ വരുന്നത് കൊണ്ട് നമുക്കിതുപോലെ വലിയ വീഡിയോ ചെയ്ത് എന്തെങ്കിലും പറയാനും പറ്റുന്നില്ല കേട്ടോ. ആ ഒരു ബുദ്ധിമുട്ടിലാണ് ഒരു 3-4 ദിവസം കൊണ്ട് വലിയ വീഡിയോ ഞാൻ ചെയ്യാറുന്നത്. എന്നാലും ഇത്ര ദിവസമായില്ലേ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഇടുന്നതാണ്. എന്തായാലും സൗണ്ടൊക്കെ വളരെ അടഞ്ഞിരിക്കുന്നുണ്ട്. എത്ര ഉറച്ച് പറഞ്ഞാലും സൗണ്ട് ഇല്ലാത്തതുപോലെയാണ് മാമന് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഒരു വലിയ വീഡിയോ ചെയ്യാനൊക്കെ. ഒന്ന് ഉഷാറായി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിൽ എന്തെങ്കിലും പറയാനൊരു ഇഷ്ടക്കുറവുള്ളതുപോലെയാണ് തോന്നാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വലിയ വീഡിയോ ഒക്കെ ചെയ്യാറുന്നത്. എന്തായാലും പനിയൊക്കെ ഒന്ന് മാറി, തൊണ്ടയുടെ അടവൊക്കെ ഒന്ന് മാറിയാലേ, ചൂടുവെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്, മാറി കിട്ടിയാൽ നമുക്ക് പഴയതുപോലെ വീഡിയോ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ലൊരു സുന്ദരി പെണ്ണിനെ നമ്മളിന്ന് കണ്ടു. അവൾ നല്ല സ്നേഹമുണ്ട് കേട്ടോ. തനിച്ചിവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് നമ്മൾ ചെന്നടുത്തതല്ലേ. അപ്പോൾ അതിനേക്കാളും വളരെ സ്നേഹം തന്നെയാണ് ആ കുട്ടി ഞങ്ങളോട് കാണിക്കുന്നത്. എന്തായാലും കൊള്ളാം. ഇതിപ്പോൾ എന്നെ വിട്ടു പോകുന്ന ലക്ഷണം കാണുന്നില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. ഇവളിവിടെ സ്നേഹം കണ്ടാൽ എന്നെ തിരക്കിരുന്നത് പോലെ തോന്നാം. അത്രയ്ക്ക് അടുത്തു പോയി കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റുള്ളൊരു സ്നേഹബന്ധമാണ് നമ്മൾ തങ്ങളിൽ. എങ്കിലും നല്ല സ്നേഹത്തോടെയുള്ള പെരുമാറ്റം. എന്നാൽ പിന്നെ ഇന്നത്തെ കാലാവസ്ഥ ശരിയല്ലാത്തത് കൊണ്ട് ഇവളടുത്തുനിന്ന് ഞാൻ അങ്ങോട്ട് മാറിപ്പോവുകയാണ് കേട്ടോ. ഇവൾ മിക്കവാറും എന്നെ പിന്തുടർന്ന് ഓടി വരാനും ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കാം നമുക്ക്. എടി സുന്ദരി, നിൻ്റെ അടുത്ത് ബൈ ബൈ പറഞ്ഞുകൊണ്ട് മാമൻ പോവുകയാണ്. ഇനി വരുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ പിന്നെ അവളവിടെ തനിച്ചാക്കിയിട്ട് ഞാൻ പോകുന്നു കേട്ടോ. നല്ല തണുപ്പും കാലാവസ്ഥയൊക്കെ വളരെ മോശമാണ്. എൻ്റെ പിറകിലേ നടന്ന് വരാനുള്ളൊരു പരിപാടിയാണ്. ഞാനിനി എങ്ങോട്ട് പോയാലും ഓടുന്നുണ്ടോ. ഞാൻ മാറുന്നതനുസരിച്ചിട്ട് എൻ്റെ കൂടെ ഓടി നിൽക്കുകയാണ്. ഞാൻ എവിടെയാണ് പോകണമെന്നും അറിയില്ല. എന്നാൽ അവൾക്കും ഒരു നിശ്ചയമില്ലാതെ എൻ്റെ ബാക്കിൽ നിന്ന് ഓടാനുള്ള പരിപാടിയാണ്. ഞാൻ പോകുന്ന നോക്കി നിൽക്കുകയാണ്. എന്നെ കണ്ടിട്ട് വീണ്ടും വരുന്നുണ്ടോ? നോക്കിയേ, ആ ഓട്ടം കണ്ടോ? കുടുകുടാന്നും പറഞ്ഞ് ഓടി എൻ്റെ അടുത്തേക്ക് വരികയാണ്. എങ്ങോട്ട് പോയാലും പിന്തുടരുകയാണ്. ഇപ്പോഴല്ലേ ടെക്നിക്ക് മനസ്സിലായത്. അവൾ ഇരുന്ന സ്ഥലത്താണ് ഞാൻ ചെന്നത്. ഇപ്പം ഞാൻ പോവുകയല്ലേ. അങ്ങനെ എന്നെ യാത്രയാക്കാനായിട്ട് അവളുടെ ഒരു പരിസരം വരെ അവൾ വരാമെന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ് കേട്ടോ. എൻ്റെ ബാക്കിൽ നിന്നേ ഓടി ഒത്തിരി ദൂരം ആയിക്കഴിഞ്ഞു. അവൾ പിന്തുടർന്ന് എന്നെ യാത്രയാക്കുകയാണ്. മാമ ടാറ്റ എന്നൊക്കെ പറഞ്ഞിട്ടേ എൻ്റെ ബാക്കിൽ നിന്ന് ഓടി വരികയാണ്. ആരൊക്കെയോ കറങ്ങിയൊക്കെ നോക്കുന്നുണ്ട്. ഇവർക്കൊരു അതിർത്തി ഉണ്ടേ, അത് കഴിഞ്ഞാൽ അവർ വരില്ല. അപ്പോൾ ഇവിടെയൊക്കെ അവരുടെ അതിർത്തിയാണ്. അതാണ് ഈ കൂടെ ഓടി വരുന്നത്. ആ ഓട്ടം കണ്ടോ?
അങ്ങനെ എന്നെ യാത്രയാക്കാൻ ഏതാണ്ട് ഒരു 1/2 കിലോമീറ്ററോളം കൂടെ വന്നിട്ടുണ്ടേ. അങ്ങനെ കറുത്ത പൊട്ടുകുത്തിയ സുന്ദരിയെ വിട്ടിട്ട് മാമൻ കുറേ ദൂരമായി എൻ്റെ അടുത്തേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. ഇനി വരില്ല കേട്ടോ. ഇതുവരെ അവൾക്ക് വരാനുള്ള അലോഡ് അവൾക്കുണ്ട്. അപ്പോൾ അവളുടെ ബബായി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിക്കൊണ്ടും അടുത്ത നല്ലൊരു വീഡിയോ മറ്റും ഉടനെ തിരിച്ചു വരാം. ഓക്കെ, ബൈ.